നമസ്കാരം. അമൃതം സ്പിരിച്വൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷു ആശംസകൾ. 2025 വിഷുഫലത്തിലേക്ക് സ്വാഗതം. വിഷുഫലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുക ഇനി ഒരു വർഷം നമുക്ക് മഴ എങ്ങനെയൊക്കെ ലഭിക്കും, ഓരോരുത്തരുടെയും നക്ഷത്രപ്രകാരം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുക. ഈ വിഷു സംക്രമം, അതായത് മേടം രാശിയിലേക്ക് ഭൂമി സംക്രമിക്കുന്നു. അതുമുതൽ ഇനി ഒരു വർഷത്തേക്ക് 2025 ഏപ്രിൽ 14 മുതൽ 2026 ഏപ്രിൽ 13 വരെ ഈ 12 മാസങ്ങളിലായിട്ട് ഓരോരോ സംക്രമം വരുന്ന ഏതാഴ്ച എന്ന് കണക്കാക്കിയും തിരുവാതിര ഞാറ്റുവേല എന്ന് തുടങ്ങുന്നു, അതും കണക്കാക്കിയും ഈ ചൈത്രാരംഭം, അതായത് മീനമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് എന്ന് പ്രതിപദം എന്ന് തുടങ്ങുന്നു. ഇങ്ങനെ പല ഘടകങ്ങൾ കോർത്തിണക്കിയിട്ടാണ് ഈ ഒരു സംവിധാനം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് ഈ മഴ എങ്ങനെ ലഭിക്കും, രാജ്യത്തിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയായിരിക്കും എന്ന് പറയുന്നതിനോടൊപ്പം നമുക്കൊക്കെ തന്നെ ഒരു ജിജ്ഞാസയുള്ളത് നമ്മുടെ ഓരോരുത്തരെയും നക്ഷത്രപ്രകാരം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലെല്ലാം ഓടിയെത്തും. യഥാർത്ഥത്തിൽ അതിനെ പറ്റിയിട്ടൊരു നക്ഷത്ര സമൂഹത്തിൽ എങ്ങനെയായിരിക്കും ഫലങ്ങളുണ്ടാവുക എന്ന് ഈ ഒരു പങ്ക്തിയുടെ ഒടുവിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട്. ആദ്യമായിട്ട് വിഷു സംക്രമം 1200 ആണ്ട് മേടമാസം 1-ാം തീയതി 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയത്തിൻ്റെ മുമ്പ് 3:21 ചോതി നക്ഷത്രത്തിലാണ് സൂര്യൻ സംക്രമിക്കുന്നത്. മേടം രാശിയിലെ യഥാർത്ഥത്തിൽ ഭൂമിയാണ് സംക്രമിക്കുന്നത്. ഈ കഴിഞ്ഞ മീനമാസം 16 ഞായറാഴ്ച മാർച്ച് 30 രേവതി നക്ഷത്രത്തിൽ വിശ്വാവസു എന്ന നാമത്തോടു കൂടിയതായിട്ടുള്ള ചൈത്രം ആരംഭിച്ചു. അതായത് മീനമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് എന്ന് പ്രഥമ അഥവാ പ്രതിപദം ഉദയത്തിന് വരുന്നു. അന്നത്തെ ദിവസമാണ് ചൈത്രം ആരംഭിക്കുന്നത്. ഈ ചൈത്രത്തിൻ്റെ നക്ഷത്രം അല്ലെങ്കിൽ പകല് അല്ലെങ്കിൽ തിഥി ഇതൊക്കെ കണക്കാക്കിയും ഈ ഞാറ്റുവേലകൾ, അതായത് ഒരു വർഷത്തിൽ 27 നക്ഷത്ര സമൂഹത്തിൽ കൂടി ഭൂമി സഞ്ചരിക്കുന്ന ഈ സൂര്യനെ വലയം വയ്ക്കുന്നു. 360 ഡിഗ്രിയും 365 ദിവസം കൊണ്ട് ഒരു പ്രദക്ഷിണം വയ്ക്കുന്നു. പ്രദക്ഷിണോ അപ്രദക്ഷിണോ എന്തായാലും ഇങ്ങനെ ഓരോ നക്ഷത്ര സമൂഹത്തിൽ കൂടി സഞ്ചരിക്കുന്നതിനെയാണ് ഓരോ ഞാറ്റുവേല എന്ന് പറയുന്നത്. ഈ വർഷം ജൂൺ 22 മിഥുനമാസം 8 തിരുവാതിര ഞാറ്റുവേല തുടങ്ങുകയാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് ഈ ഞാറ്റുവേലകൾ 15, ആകെ 27 ഞാറ്റുവേലയാണ് ഉള്ളത്. അതിൽ 15 ഞാറ്റുവേല രാത്രിയും 12 ഞാറ്റുവേല പകലുമാണ്. പഴയ ഒരു സമ്പ്രദായ പ്രകാരം ഞാറ്റുവേല രാത്രിയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ വർഷം മഴ ധാരാളം ലഭിക്കും എന്ന് സൂചന നൽകുന്നുണ്ട്. ഈ വിശ്വാവസു നാമത്തോടു കൂടിയതായിട്ടുള്ള ഈ ചൈത്രം ആരംഭിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു വർഷം ബഹുവർഷം എന്ന് ഒരു ഫലം പറയുന്നുണ്ട്. ബഹുവൃഷ്ടി എന്ന് പറയുന്നു. മേഘം നീലമേഘമായതുകൊണ്ടും സുവൃഷ്ടി, നല്ല നിലയിലുള്ള മഴ ലഭിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന് പുറമെ തിങ്കളാഴ്ചയാണ് ഈ മേടസംക്രമം വരുന്നത്. അത് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഈ കേരളത്തിൽ, മധ്യ കേരളത്തിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുക എന്നുകൂടി ഇതൊരു സൂചനകൾ നൽകുന്നുണ്ട്. ഇനി യഥാർത്ഥത്തിൽ ഇക്കഴിഞ്ഞ മാർച്ച് 30 അല്ലെങ്കിൽ മീനമാസം 16 ചൈത്ര ആരംഭിച്ച അന്ന് മുതൽ തന്നെ മഴയുടെ ലാഞ്ചന തുടങ്ങിയിട്ടുണ്ട്. അന്ന് തന്നെ തുടങ്ങും എന്നുള്ളത് തന്നെയാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. വിഷു ദിവസം മുതൽ ഏപ്രിൽ 17 വരെ ചെറിയ തോതിൽ ഒരു മഴയുടെ ഒരു പ്രതീതി നല്ലോണം ഉണ്ടാവും. ഏപ്രിൽ 27 മുതൽ മെയ് 1 വരെയാണെങ്കിൽ വളരെ കാർമേഘമൊക്കെ മൂടിക്കെട്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷം സംജാതമാകും. യഥാർത്ഥത്തിൽ ജൂൺ മാസം 1 തീയതിയാണ്
ഇടവപ്പാതി എന്നൊക്കെ പറയും, മഴ തുടങ്ങുക എന്ന് പറയുമെങ്കിൽ പോലും ഈ ഒരു വർഷത്തിൽ ഏപ്രിൽ 27 മുതൽ മെയ് 1 തീയതി വരെ മൂടിക്കെട്ടിയുള്ള അന്തരീക്ഷവും മഴയും ലഭിക്കും. മെയ് 10, 11, 12 എന്നീ ദിവസങ്ങളിലും മെയ് 15, 16, 17, 18 എന്നീ ദിവസങ്ങളിലും ഇടിയോട് കൂടിയതായിട്ടുള്ള മഴ, അതായത് ഇടിമിന്നലും ഇടിവെട്ടമൊക്കെ സാധാരണഗതിയിൽ നമുക്കൊക്കെ അനുഭവത്തിൽ തുലാവർഷത്തിനെ പതിവുള്ളൂ. ഈ വർഷം അങ്ങനെ ആയിരിക്കുകയില്ല. ഈ ഇടിയോട് കൂടിയതായിട്ടുള്ള മഴ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. കാലവർഷം ഈ വർഷം മെയ് 27 തീയതി തന്നെ തുടക്കം കുറിക്കാനാണ് സാധ്യതയുള്ളത്. ജൂൺ 22 തീയതി മുതൽ 28 തീയതി വരെ മഴയുടെ തോത് വളരെ കുറയാനാണ് യോഗമുള്ളത്. ഒരുപക്ഷെ ചില കാറ്റുകളെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഭൂമിയിൽ പതിക്കുന്നത് കുറയും. ജൂൺ 29 തീയതി മുതൽ ജൂലൈ 26 തീയതി വരെ ശക്തിയായിട്ടുള്ള മഴ ലഭിക്കും. ഇരുട്ടടഞ്ഞ മഴ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 20 വരെയും ബഹുവർഷം എന്നുള്ള ആ വിശ്വാവസു നാമത്തിൻ്റെ പേരോടുകൂടിയതായിട്ടുള്ള ചൈത്രാരംഭത്തിൻ്റെ ഈ ഒരവസ്ഥ യഥാർത്ഥത്തിൽ വന്നു ചേരുവാൻ ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 20 തീയതി വരെ ആവും. എന്നാൽ ഈ പറഞ്ഞ കാലയളവിലൊക്കെ മഴ ലഭിക്കും എന്ന് പറഞ്ഞു എങ്കിലും ജൂൺ 6 തീയതി മുതൽ ജൂലൈ 28 തീയതി വരെയും ജൂലൈ 28 തീയതി മുതൽ സെപ്റ്റംബർ 13 തീയതി വരെയും കാറ്റിൻ്റെ ആധിക്യം, കുജശനികളുടെ അന്യോന്യവേക്ഷണമാണ് ജൂൺ 28 മുതൽ സെപ്റ്റംബർ 13 തീയതി വരെ. അതുകൊണ്ട് കാറ്റിൻ്റെ ആധിക്യമുള്ളത് കൊണ്ട് ഒരുപക്ഷെ കേരളക്കരയിൽ ലഭിക്കുന്ന മഴയുടെ തോത് കുറയും. എന്നാൽ വനപർവ്വതങ്ങളിലൊക്കെ ധാരാളം മഴ ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അണക്കെട്ടുകളൊക്കെ തന്നെ ഒരുവിധം നിറഞ്ഞു കവിയാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. സെപ്റ്റംബർ 15, 16 എന്നീ ദിവസങ്ങളിൽ തുലാവർഷത്തിൻ്റെ ഒരു പ്രതീതിക്ക് തുടക്കം കുറിക്കും. എന്നാൽ ഒക്ടോബർ 9 തീയതി എന്ന് പറയുന്ന കന്നിമാസം 24 തീയതി ആയിരിക്കും തുലാവർഷത്തിന് തുടക്കം കുറിക്കാൻ സാധ്യതയുള്ളത്. അതായത് സെപ്റ്റംബർ 15, 16 എന്ന് പറയുമ്പോൾ ചിങ്ങമാസത്തിൽ ഒടുവിലത്തെ 2 ദിവസമാണ് വരിക. അവിടെ ഒരു മഴ തുടങ്ങുന്നേ പറയാൻ പറ്റുള്ളൂ. കാലവർഷം എന്തായാലും ഒക്ടോബർ 9 തീയതി തുടക്കം കുറിക്കാൻ ഇടയുണ്ട്. അത് ഈ ഒരുപക്ഷെ നവംബർ 2 തീയതി വരെയും തുലാവർഷം ലഭിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് പലപ്പോഴും നമുക്കൊക്കെ തുലാവർഷം ധാരാളം ലഭിച്ചാലാണ് ഭാവിയിലേക്ക് പിന്നത്തെ കാർഷികമായിട്ടുള്ള മേഖലകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുക. നവംബർ 23 തീയതി മുതൽ നവംബർ 23, 24, 25, 26 എന്നീ തീയതികളിലും ഡിസംബർ 7 മുതൽ 19 തീയതി വരെയും അവിചാരിതമായിട്ടുള്ള മഴ ലഭിക്കും. ഇതൊക്കെ തന്നെ കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് പ്രായേണ ഈ കേരളത്തിൽ മുഴുവനും അനുകൂലമായി തീരാനാണ് സാധ്യതയുള്ളത്. മുൻപ് പറഞ്ഞ ഈ കാറ്റിൻ്റെ ആധിക്യം ഒരുപക്ഷെ ഇവിടെ മഴ ധാരാളം കാർമേഘമൊക്കെ വന്ന് മഴ ലഭിക്കുന്നതിൻ്റെ തോത് ഇവിടെ കുറയുമെങ്കിൽ പോലും വനപർവ്വതങ്ങളിൽ ലഭിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ സമീപത്തുള്ള സംസ്ഥാനങ്ങളിലേക്കും ഇത് ഗുണകരമായുള്ള സാഹചര്യങ്ങൾ, തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കൊക്കെ തന്നെ ഇത് ഗുണകരമായുള്ള സാഹചര്യങ്ങൾക്കാണ് സാധ്യത കാണുന്നത്. 2026 ഫെബ്രുവരി 27, 28, മാർച്ച് 1, 2 എന്നീ തീയതികളിലൊക്കെ തന്നെ കുംഭമാസത്തിലെ കുംഭമഴ ലഭിച്ചാൽ, പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ട്, കുപ്പയിലും നെല്ല് എന്നൊക്കെ പറയും. അപ്പോൾ ധാരാളം കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് നല്ലതാണ് എന്നതാണ് ചൊല്ല്. ഏപ്രിൽ 8, 9, 10 എന്നീ ദിവസങ്ങളിൽ വേനൽ മഴ ലഭിക്കുവാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് അനുകൂലമാകും വിധത്തിൽ കാർഷികമായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ വരിക, വിള ഇൻഷുറൻസിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ വരിക, ഒരുപക്ഷെ ലളിതമായിട്ടുള്ള പദ്ധതികൾ എല്ലാവർക്കും സ്വീകാര്യമാകും വിധത്തിൽ ഇൻഷുറൻസ് പരിരക്ഷകളൊക്കെ വന്നു ചേരുന്നത് വഴിയും ഈ മേഖലകൾക്കൊരു പ്രോത്സാഹനം വന്നു ചേരുക മാത്രമല്ല, ആധുനിക കൃഷി രീതികൾക്ക് വളരെയധികം പ്രോത്സാഹനം ഉണ്ടാകുന്ന വിധത്തിൽ ഒരുപക്ഷെ ഭാരത സർക്കാരിൽ നിന്ന് തന്നെ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നിയമപരമായിട്ട് വന്നു ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ ധാന്യവിളകൾ, പുഷ്പ സുഗന്ധ വ്യഞ്ജനങ്ങൾ, ഈ മേഖലകളിലൊക്കെ തന്നെ ആധുനിക കൃഷി സമ്പ്രദായങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴിയും
വളരെ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുക മാത്രമല്ല, പലപ്പോഴും ഇന്ന് നമ്മൾ അനുഭവപ്പെടുന്ന കൃഷിനാശം വരുത്തുന്ന വന്യമൃഗങ്ങളെ ഉന്മൂലനം ചെയ്യാൻ തക്കവണ്ണമുള്ള നിയമ നടപടികൾ വന്നു ചേരുവാനും ഇത് വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം കർഷകർക്ക് ഉണ്ടാകുവാനും ഇടയുണ്ട്. ഇതിന് പുറമെ മണ്ണ് സംരക്ഷിക്കുക എന്നുള്ള സങ്കല്പത്തോടുകൂടി മണ്ണിനെ സംരക്ഷിക്കാൻ തക്കവണ്ണം കീടനാശിനികൾ അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളോട് ബന്ധപ്പെട്ടതല്ലാത്ത കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും, അതായത് ഓർഗാനിക്കായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുക, അതിനൊരു പ്രോത്സാഹനം എല്ലാ മേഖലകളിൽ നിന്നും കാർഷിക വകുപ്പിൽ നിന്നും വന്നു ചേരുവാൻ സാധ്യതയുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം. അത് കീടനാശിനി ആണെങ്കിലും വളപ്രയോഗമാണെങ്കിലും മണ്ണിനെ സംരക്ഷിക്കുക എന്ന ഒരാശയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നിയമ നടപടികളൊക്കെ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഇനി പൊതുവായിട്ടുള്ളൊരു ഫലത്തിൽ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ, അതായത് ഉപരിപഠനത്തിന് ചേരുവാനാണെങ്കിലും പാഠ്യപദ്ധതികളിലുള്ള നേട്ടമാണെങ്കിലും അതിൻ്റെ മൂല്യത്തോടു കൂടി പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങളാണെങ്കിലും പലപ്പോഴും നമ്മളൊക്കെ വികസിത രാഷ്ട്രത്തിലും വിദേശത്തും പോയി പഠിക്കുക എന്നുള്ള സങ്കല്പം, അവിടെ പഠിക്കുന്നതോടൊപ്പം തന്നെ ജോലി ചെയ്യുക എന്ന സങ്കല്പത്തോടു കൂടി തന്നെയാണ് അവിടേക്ക് പോകുന്നത് ഇന്നത്തെ യുവതലമുറയൊക്കെ തന്നെ. പക്ഷേ ഇതിനൊരു ഈ സാഹചര്യം മാറ്റിക്കൊണ്ട് ഇവിടുത്തെ സ്വാശ്രയമായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ പല യൂണിവേഴ്സിറ്റികളും തുടക്കം കുറിക്കും. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ സാഹചര്യങ്ങൾ പലപ്പോഴും ഒരു പരീക്ഷയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ് ചേരുവാനുള്ള കാലതാമസം കുറച്ചുകൊണ്ടുള്ള നടപടികളൊക്കെ തന്നെ ഭാരത സർക്കാർ അതിന് അവലംബിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്ന് മാത്രമല്ല, മെഡിക്കൽ കോളേജുകളിലൊക്കെ സംയുക്തമായിട്ടുള്ള ചികിത്സാ രീതികൾ, അതിനുള്ളൊരു പാഠ്യപദ്ധതി ആവിഷ്കരിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് അതൊരു പലപ്പോഴും വിദേശത്ത് നിന്നുള്ള ഈ പല യൂണിവേഴ്സിറ്റികളും ഇവിടെ തുടക്കം കുറിക്കുവാനും ചിലത് ഇവിടെ തുടങ്ങി വെച്ചത് അവർ വേണ്ടെന്ന് വയ്ക്കുവാനുള്ള സാധ്യതകളും പോലും കാണുന്നുണ്ട്. പല സാഹചര്യങ്ങളെ കൊണ്ടും ഇവിടെ തൊഴിലവസരങ്ങൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ ഒരു വർഷം കൂടുതൽ ഉണ്ടാവാനാണ് സാധ്യതയുള്ളത്. 2-3 ഘടകങ്ങളാണ്. വ്യാവസായികമായിട്ടുള്ള മേഖലകളാണെങ്കിൽ പലപ്പോഴും ഇന്ന് തുടക്കം കുറിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ പലതും തുടങ്ങി വയ്ക്കുമെങ്കിൽ പോലും കൃത്യമായുള്ള ഒരു ദിശാബോധത്തോടു കൂടി അല്ലാത്തത് കൊണ്ട് ചിലതൊക്കെ തന്നെ അത് അബദ്ധമായി തീരുവാനും ചിലതൊക്കെ പൂട്ടുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വളരെ ചിട്ടയോടുകൂടി ചെയ്യുന്ന പല കാര്യങ്ങൾക്കും അത് മുൻപിലേക്ക് കൊണ്ടുപോകാനും അത് നടന്നും കൊണ്ട് മുന്നോട്ട് നീങ്ങാനും ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ രണ്ടാമത് വികസിത രാഷ്ട്രത്തിൽ പോയാലും അവിടെയും ചെലവിനങ്ങൾ വർദ്ധിക്കുന്നു, ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ വെളിച്ചത്തിലും വിദേശത്ത് ജോലി ചെയ്യുന്ന പലരും തിരിച്ചു വരുവാനോ കുടുംബങ്ങളെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിക്കുവാനോ, കഴിഞ്ഞ വർഷം തന്നെ വിഷുഫലത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഉന്നത പദവിയോടുകൂടിയതായിട്ടുള്ള ജോലിയിലിരിക്കുന്നവർക്ക് വളരെ ക്ഷീണാവസ്ഥകൾ ഉണ്ടാവും എന്നുള്ളത് അത് തുടക്കം കുറിച്ചിരുന്നു. ഈ ഒരു വർഷത്തിൽ അത് പൂർണ്ണമായിട്ടും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു 20-30% ആൾക്കാർ വികസിത രാഷ്ട്രത്തിൽ നിന്നും തിരിച്ചു വരുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളോ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുവാൻ പോലും സാധ്യതയുണ്ട്. വ്യവസായം, വ്യാപാരം, വിപണനം എന്നീ മേഖലകളിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഇന്ത്യക്ക് ഒരു ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി തന്നെയാണ് ഉള്ളത്. എന്നാൽ ഈ ഒരു വർഷം അതിനൊരു ധ്രുവീകരണം എന്ന നിലയിൽ പല സാഹചര്യങ്ങളും വന്നു ചേരും. ഗവൺമെൻറ്റിൽ നിന്ന് പല കാര്യങ്ങൾക്കും പ്രോത്സാഹനമൊക്കെ ലഭിക്കുമെങ്കിൽ പോലും അത് ചില കാര്യങ്ങൾക്ക് ചില സാഹചര്യങ്ങൾ ഉദ്ധരിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. ചിലർക്ക് ഉൽപ്പന്നങ്ങൾ വർദ്ധിക്കും, ചിലർക്ക് ഗുണനിലവാരം കുറയും. ഇങ്ങനെ പല സാഹചര്യങ്ങളെ കൊണ്ടും ചില സംരംഭകർക്ക് ക്ഷീണം അനുഭവപ്പെടുവാനാണ് സാധ്യതയുള്ളത്.
വേറെ ചിലർക്ക് വിദേശത്ത് നിന്നും ഇവിടെ വന്ന് തുടങ്ങിയതായിട്ടുള്ള പലർക്കും വിചാരിച്ച പോലെ നേട്ടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു പോകാൻ തക്കവണ്ണ ഒരു പ്രവണത കാണിക്കും. എന്നാൽ ഒരു വർഷത്തേക്ക് കൂടി നോക്കിയിട്ടാവാം എന്നുള്ളൊരു തോന്നലോടുകൂടി അവർ മറ്റ് ചില ഒരു പ്രസ്ഥാനം കൂടി തുടങ്ങി വെച്ച് അത് ഉദ്ധരിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുവാനിടയുണ്ട്. അതായത് വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും ചിലതിന് ക്ഷീണം അനുഭവിക്കുവാനോ നിർത്തിവെക്കുവാനോ സാധ്യതയുണ്ട് എന്നതാണ് സൂചനകൾ നൽകുന്നത്. എന്നാൽ പലപ്പോഴും പല സ്ഥാപനങ്ങളും സ്ഥാപനത്തിൻ്റെ പേരോടുകൂടി തന്നെ വികസിത രാഷ്ട്രത്തിലെ ഉപോൽപ്പന്നങ്ങൾ നാട്ടിൽ തുടങ്ങുവാനും അതിൻ്റെ വിതരണ വിപണന മേഖല ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി പ്രവർത്തിക്കുന്നതായതുകൊണ്ട് അങ്ങനെയാണ് അതൊരു നേട്ടമുണ്ടാവുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു മേഖലയിൽ വിജയിക്കാനും സാധ്യതയുണ്ട്. ചില രാജ്യങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയുണ്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുമെങ്കിൽ പോലും അവർക്ക് ക്ഷീണാവസ്ഥകൾ അനുഭവപ്പെടുവാനാണ് സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഭാരതത്തിലും പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള കഴിഞ്ഞ 2-3 വർഷമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ വളരെ കൃത്യമാണ്. എന്നിരുന്നാൽ ഈ ഒരു വർഷത്തിൽ ഒരു ധ്രുവീകരണത്തിനാണ് സാധ്യതയുള്ളത്. സാമ്പത്തികമായിട്ടുള്ള വിദഗ്ധരുടെ നേട്ടത്തിൽ അവരുടെ നോട്ടത്തിലൊക്കെ വളരെ നല്ലതാണ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഫലത്തിൽ അത്ര തന്നെ നേട്ടമുണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും എന്നുകൂടിയാണ് ഈ ഒരു വിഷഫലം സൂചനകൾ നൽകുന്നത്. ആരോഗ്യമേഖലയിൽ കാര്യക്ഷമത വർദ്ധിക്കും. വിദേശ ബന്ധമുള്ള ആശുപത്രികൾ ഇവിടെ ഉടലെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. ചികിത്സാ മേഖലകളിൽ മെഡിക്കൽ കോളേജുകളിൽ ആധുനിക സംവിധാനത്തോടുകൂടി ചികിത്സകൾക്കൊപ്പം തന്നെ പാരമ്പര്യ ചികിത്സകൾ അല്ലെങ്കിൽ സംയോജിതമായിട്ടുള്ള ചികിത്സകളുടെ തുടക്കം കുറിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പല ആശുപത്രികളും ഈ ഒരു പാത തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും സ്വല്പം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ പോലും ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചും കൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ ഒരവസരമുണ്ടാകുന്നത് ഒരു പക്ഷേ ഭാരതീയ ശാസ്ത്ര ശാഖകളെ ഉദ്ധരിക്കുന്നതിന് പോലും അത് ജനങ്ങൾക്കൊരു സ്വീകാര്യത വന്നു ചേരുന്നതിനും ഈ ഒരു സംയുക്ത സംരംഭങ്ങൾക്ക് സാഹചര്യങ്ങളുണ്ടായിത്തീരും. അത് ഭാരതത്തിന് തന്നെ വളരെ നേട്ടത്തിനും സാധ്യത പോലും കാണുന്നതുമുണ്ട്. ഈ വർഷത്തെ വിഷുഫലത്തിൽ വ്യാഴത്തിൻ്റെ അതിചാരം, അതായത് വ്യാഴം എന്ന ഗ്രഹം മെയ് 14 മിഥുനം രാശിയിലേക്കും ഒക്ടോബർ 18 കർക്കിടകം രാശിയിലേക്കും ഡിസംബർ 5 തിരികെ മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്ന വ്യാഴത്തിൻ്റെ അതിചാരം എന്നത് കേരളത്തിലേക്ക് തീരാവ്യാധികൾ എന്ന് പറയുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഭാരതത്തിലേക്കാണെങ്കിലോ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിലും കർമ്മമണ്ഡലങ്ങളിലും ധ്രുവീകരണം എന്നുള്ള ഒരു പദമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും എല്ലാ ഭൂമിയിലേക്ക് എല്ലാ രാജ്യങ്ങൾക്കും കൂടിയിട്ടുള്ള ഒരു ഫലം പറയുന്നത് പല വിധത്തിലുള്ള ഒരു സമാധാനക്കേടുകളോ ചിലർക്ക് തൊഴിൽപരമായിട്ടായിരിക്കാം, ആരോഗ്യത്തിൻ്റെ കാര്യമായിരിക്കാം, ചിലർക്ക് കുടുംബപരമായിട്ടുള്ളതായിരിക്കാം. എല്ലാ പ്രകാരത്തിലും സ്വസ്ഥതക്കേടുകളും സമാധാനക്കേടുകളും ഉണ്ടാക്കി തരുന്ന ഒരു ഫലമാണ് ഇന്ന് ഈ ഒരു വർഷം മെയ് 14 മുതൽ ഡിസംബർ 5 വരെ ലോകത്തിന് ഒട്ടുക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. അപ്പോൾ എല്ലാ മേഖലകളിലും ഒരു ധ്രുവീകരണം ഉണ്ടാവും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഡിസംബർ 5 മുതൽ ഈ ധ്രുവീകരണമൊക്കെ മാറി ക്രമാനുഗതമായിട്ടുള്ള എന്തൊന്ന് ഉണ്ടാകുന്നു അതിനെ ഉദ്ധരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് ലോകസമാധാന സന്ദേശത്തിന് ഭാരതത്തിന് ഏറ്റവും നല്ല ഒരു സന്ദേശം നൽകുവാനും ഭാരതത്തിന് അതിനൊരു നായകത്വം വഹിക്കുവാനും ഉള്ള സാഹചര്യങ്ങൾ പോലും അഥവാ നേതൃത്വ സ്ഥാനം വഹിക്കാൻ പോലും ഈ ഒരു വർഷം സാധ്യതയുണ്ടെന്നൊരു വിഷുഫലത്തിൽ പറയുന്നു. 2025 വിഷുഫലത്തിൽ ഇനി നമ്മളുടെ നക്ഷത്രപ്രകാരം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. പൊതുവെ
ഒരു ജാതകം ഗണിച്ച് ഗ്രഹസ്ഥിതി വെച്ച് ദശകൾ കണക്കുകൂട്ടി നോക്കുന്ന ഒരു സമ്പ്രദായമല്ല. പ്രശ്നമാർഗത്തിൽ ഈ ഒരു വർഷഫലത്തിൽ, വിഷുഫലത്തിൽ ഓരോ നക്ഷത്ര സമൂഹത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ഫലപ്രവചനം കൂടി സൂചനകൾ നൽകുന്നുണ്ട്. ചിത്ര, ചോതി, വിശാഖം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് പല പ്രകാരത്തിലും അസുഖങ്ങൾ, പകർച്ചവ്യാധി, സാംക്രമിക രോഗങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിസ്സാരമായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിലും വിദഗ്ധമായിട്ടുള്ള പരിശോധന വേണ്ടി വരും. പല കാര്യങ്ങളിലും ശ്രദ്ധക്കുറവ് കൊണ്ടും ഉദാസീന മനോഭാവം കൊണ്ടും അർഹമായിട്ടുള്ള സ്ഥാനമാനങ്ങളോ ആനുകൂല്യങ്ങളോ വേണ്ട വിധത്തിൽ ലഭിക്കുകയില്ല. ഒരു പക്ഷേ സ്വല്പം പണനഷ്ടം ഉണ്ടാവാം. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ തുടങ്ങുകയാണെങ്കിൽ, ആദ്യമായിട്ടൊക്കെ തുടങ്ങുകയാണെങ്കിൽ പരമാവധി ഒന്ന് ശ്രദ്ധിച്ചിട്ടും സൂക്ഷിച്ചിട്ടും മതി. മാനസികമായിട്ടുള്ള പല വിധത്തിലുള്ള സമ്മർദ്ദവും സംഘർഷവും എല്ലാ മേഖലകളും, കുടുംബപരമായിട്ടും തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ടും വന്നു ചേരുവാനിടയുണ്ട്. ഇവർ വളരെ ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ഒരു സമത്വ ഭാവനയോടുകൂടിയും ആത്മസംയമനത്തോടു കൂടിയതായുള്ള സമീപനം സ്വീകരിക്കണം എന്ന സൂചനകൾ നൽകുന്നു. അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ചികിത്സ ഫലിക്കുന്നത് വഴി ആരോഗ്യം തൃപ്തികരമായി തീരുവാനും കർമ്മമണ്ഡലങ്ങളിലെല്ലാം തന്നെ ആദ്യ വ്യാപൃതനാകുവാനും സർവാർത്ഥ ലാഭം എന്നുള്ളൊരു പദം പറയുന്നു. എല്ലാ വിധത്തിലും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും നഷ്ടപ്പെട്ട ഉദ്യോഗം തിരിച്ച് ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കാൻ സാധിക്കുക, ഇങ്ങനെ എല്ലാ മേഖലകളിലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എങ്കിലും ഇതിൻ്റെ മുമ്പേ ഒരു പദം പറയുന്നുണ്ട്, ഈശ്വരാരാധനകളാൽ എന്നുള്ളൊരു പദം കൂടിയും ഒരിക്കലും മറക്കരുത്. ഈശ്വരൻ എന്നുള്ളൊരു സങ്കല്പത്തിന് വിഷ്ണു ആണെങ്കിലും കൃഷ്ണനാണെങ്കിലും അയ്യപ്പനാണെങ്കിലും യേശു ആണെങ്കിലും നബി ആണെങ്കിലും പ്രകൃതിയാണെങ്കിലും നമുക്ക് ആത്മാർത്ഥമായിട്ട് നിർദ്ദേശങ്ങൾ നൽകുന്ന വ്യക്തികളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഇതൊക്കെ തന്നെ ഈശ്വര സങ്കല്പമായിട്ടാണ് ഭാരതീയ തത്വചിന്തകളിലൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും ഈശ്വരാരാധനകളെ കൊണ്ട് ചെയ്യുന്ന പക്ഷം ഈ കാര്യങ്ങളെല്ലാം സാധിക്കും. അവിട്ടം, ചതയം, പൂരം, ഉരുട്ടാതി എന്നീ നക്ഷത്രം ജനിച്ചവർക്കാണെങ്കിൽ കുടുംബത്തിൽ സ്വല്പം സമാധാനക്കേടുണ്ടാവാം. ഒരു പക്ഷേ ജോലിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളെ കൊണ്ട് ദമ്പതികളൊക്കെ മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ, ജോലിയുടെ ഭാരമായിരിക്കാം, മാസത്തിൽ ഒരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ജോലി കിട്ടുക, അല്ലെങ്കിൽ ജോലിയിൽ ബുദ്ധിമുട്ടുകളുള്ള വിഭാഗം ഏറ്റെടുക്കേണ്ടി വരിക, ഇങ്ങനെയൊക്കെ പല വിധത്തിൽ മാറി താമസിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം. വാഹനാപകടത്തിന് സാധ്യതയുള്ളതുകൊണ്ട് ആ സമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്ര, അതിവേഗതയുള്ള യാത്ര, ഇതൊക്കെ തന്നെ വളരെ പരമാവധി ഒഴിവാക്കണം. രോഗപീഠകളെ കൊണ്ട്, അസുഖങ്ങളെ കൊണ്ട്, രോഗപീഠകൾ എന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ കാരണമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ, രോഗത്തിൻ്റെ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. അങ്ങനെ വന്നു ഭവിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പല വിധത്തിലുള്ള സ്വസ്ഥതക്കേടുകളും, ഒരു പക്ഷേ തൊഴിൽ നഷ്ടപ്പെടാം, ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളുണ്ടാവാം, ശമ്പളം കുറയും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ സ്ഥാപനം, മറ്റൊരു സ്ഥാപനം ഏറ്റെടുക്കുന്ന പക്ഷമോ അല്ലെങ്കിൽ സ്ഥാപനം പൂട്ടുന്ന പക്ഷമൊക്കെ ജോലി നഷ്ടപ്പെടാം. എന്തായാലും കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടും വളരെ ക്ഷമയോടുകൂടിയും ആത്മസംയമനത്തോടു കൂടിയതായിട്ടുള്ള സമീപനം നിർബന്ധമായിട്ടും വേണം. ജോലി ഉപേക്ഷിച്ച് ബിസിനസ്സിൽ ഏർപ്പെടുന്നവർ നിർബന്ധമായിട്ടും ഈ ഒരു വർഷം പിന്മാറുന്നത് നന്നായിരിക്കും. ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഉദ്ദേശിച്ച സ്ഥാനമാനങ്ങൾ ലഭിക്കും. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കും. പ്രതാപം, ഐശ്വര്യം, എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും, സൽകീർത്തി, കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം, ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. വികസിത രാഷ്ട്രത്തിലേക്ക് പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉദ്യോഗത്തിൽ ഒരു ഉന്നത പദവി ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ വിജയശതമാനം
വിജയം ലഭിക്കാനും ഉപരിപഠനത്തിന് ചേരുവാനും അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത, ഗൃഹനിർമ്മാണം, ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാക്കി തരുന്ന ഒരു കാലം ആണ്. മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ അഗ്നി ആയുധ ഭീതി, പല വിധത്തിലുള്ള അപകടങ്ങൾ, വീഴ്ചകൾ, ശ്രദ്ധക്കുറവുകൊണ്ട് അബദ്ധങ്ങൾ വന്നു ചേരുക, പകർച്ചവ്യാധി, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ വന്നു ചേരുക, സ്വന്തക്കാരും വേണ്ടപ്പെട്ടവരും ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരടക്കം വിപരീതമായി തീരുക, എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉൾവലിയുന്ന പ്രകൃതി, നാളെ ആവാം എന്നുള്ളൊരു തോന്നൽ, എല്ലാ കാര്യങ്ങളും, അലസത, തൊഴിൽപരമായിട്ടുള്ള ക്ഷയാവസ്ഥകൾ, സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിലൊക്കെ തന്നെ ക്ഷീണാവസ്ഥകളും ക്ഷയാവസ്ഥകളും വന്നു ചേരും. ഇവരെ വളരെ ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അന്വേഷിച്ചും മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഏതൊരു കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടാവൂ, അല്ലെങ്കിൽ അബദ്ധമായി തീരാൻ സാധ്യതയുണ്ട്. പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള രാജ്യബഹുമാന പ്രീതികളുണ്ടാവും. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. കർമ്മ, വ്യാപാര, വിപണന, വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി വന്നു ചേരും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നവർക്ക് വിജയം കൈവരിക്കാനിടയുണ്ട്. ഗൃഹപ്രവേശന കർമ്മം മംഗളകരമാക്കി തീർക്കാൻ സാധിക്കും. സ്വന്തം നിലയിലും സമൂഹത്തിനും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നേട്ടമുണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. ഇനി ഓരോ നക്ഷത്രക്കാർക്കും ആരോഗ്യം, സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും എന്നും പദാർത്ഥങ്ങളുടെ ഓരോ മാസപ്രകാരം വില നിർണ്ണയത്തിനെ പറ്റിയിട്ടും ഈ പ്രശ്നമാർഗത്തിലെ ഈ ഒരു അധ്യായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ആരോഗ്യം, അനാരോഗ്യം സമമായിട്ടുള്ള അവസ്ഥ. അശ്വതി, രോഹിണി, പുണർദം, ആയില്യം, ഉത്തരം, ചോതി, അനിഴം, പൂരാടം, അവിട്ടം, പൂരോരുട്ടാതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കും. ചികിത്സ ഫലിക്കും. എല്ലാ വിധത്തിലുള്ള ഉണർവോടുകൂടിയും ഉഷാറായിട്ടും പ്രവർത്തിക്കാനും പ്രയത്നിക്കാനുള്ള ആത്മവിശ്വാസം പോലും വർദ്ധിക്കുവാൻ ഇടയുണ്ട്. കാർത്തിക, മകയിരം, പൂയം, പൂരം, അത്തം, വിശാഖം, മൂലം, ഉത്രാടം, ചതയം, രേവതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ആരോഗ്യം വളരെ കുറയും. പല പ്രകാരത്തിലും പകർച്ചവ്യാധികളോ സാംക്രമിക രോഗങ്ങളോ വന്നു ചേരുവാനിടയുണ്ട്. അവിചാരിതമായിട്ടുള്ള ശസ്ത്രക്രിയ വേണ്ടി വരുവാനിടയുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ കുറച്ച് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നിസ്സാരമായിട്ടുള്ള അസുഖങ്ങളുണ്ടായാലും അതിന് വേണ്ട വിധത്തിൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനയൊക്കെ നടത്തി ചികിത്സകളൊക്കെ വേണ്ടി വരുവാനാണ് സാധ്യതയുള്ളത്. ഭരണി, തിരുവാതിര, മകം, ചിത്ര, തൃക്കേട്ട, തിരുവോണം, ഉത്രട്ടാതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമമായിട്ടുള്ളൊരവസ്ഥയാണ്. ആരോഗ്യവും അനാരോഗ്യവും സമമാണ് എന്നുവരികിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സ്വല്പം ശ്രദ്ധിക്കണം എന്നുകൂടിയാണ് സൂചനകൾ നൽകുന്നത്. ഇനി സാമ്പത്തികമായിട്ട്, സമ്പത്ത് എന്ന് പറയുമ്പോൾ പണം എന്ന് മാത്രം അർത്ഥമില്ല. നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരുക എന്നുള്ളൊരു പദം കൂടിയും, പല കാര്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരണമെങ്കിൽ അതിന് നിദാനം സമ്പത്ത് തന്നെയാണ്. സമ്പത്തിന് നിദാനം തൊഴിലുമാണ്. അപ്പോൾ സമ്പത്തിൻ്റെ അവസ്ഥ പറയുന്നുണ്ടെങ്കിൽ പോലും അത് തൊഴിലധിഷ്ഠിതമായിട്ടുള്ളതാണല്ലോ സമ്പത്ത്. കാർത്തിക, പുണർദം, പൂരം, ചോതി, മൂലം, അവിട്ടം, രേവതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലും വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളും സമ്പൽ സമൃദ്ധിയും പ്രതാപവും ഐശ്വര്യമൊക്കെ ഉണ്ടാവും. അശ്വതി, മകയിരം, ആയില്യം, അത്തം, അനിഴം, ഉത്രാടം, പൂരോരുട്ടാതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു വർഷത്തിൽ സാമ്പത്തികമായിട്ട് വളരെയധികം ക്ഷയാവസ്ഥകൾ ഉണ്ടാവാം. അതുകൊണ്ട് പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥയ്ക്ക് പോവുക, കുറി ചേരുക, കൂട്ടുകാരുമായി കച്ചവടം നടത്തുക, ഒരു പരിധിയിലധികം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധിക്കണം. നടത്തി വരുന്ന പ്രസ്ഥാനമാണെങ്കിലും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടിയും അന്വേഷിച്ചറിഞ്ഞും മാത്രമേ അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാവൂ, അല്ലെങ്കിൽ അബദ്ധമായി തീരുവാൻ സാധ്യതയുണ്ട്. ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, മകം, ഉത്രം, ചിത്ര,
വിശാഖം, തൃക്കേട്ട, പൂരാടം, തിരുവോണം, ചതയം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കാണെങ്കിൽ വരവും ചെലവും തുല്യമായിരിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഈ തുല്യമായിട്ടുള്ളൊരവസ്ഥയാണെങ്കിലും നിയന്ത്രണം സ്വല്പം വേണം എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ പറയുക. അതായത് ചെലവിനങ്ങളിൽ നിയന്ത്രണമുണ്ടെങ്കിൽ വരവും ചെലവും തുല്യമായിരിക്കും. അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ, ജീവിതം നിലനിർത്തിക്കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഈ 13 നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ പറയുന്നതും ഇതും കൂടിയിട്ട് ചില സമയത്ത് സ്വല്പം ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. ശാസ്ത്രത്തിൽ പറയുന്നത് അത് വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രത്തിൻ്റെയാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിൽ വിചാരിക്കേണ്ടത്. ഇനി പദാർത്ഥങ്ങളുടെ വില നിർണ്ണയം. പദാർത്ഥങ്ങളെന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ്. ഈ വളരെ പണ്ട് ശാസ്ത്രമുണ്ടാകുന്ന സമയത്ത് ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ സമൂഹത്തിൽ സമീപത്തുള്ള കൃഷി ചെയ്തുണ്ടാക്കുന്നു. അങ്ങനെയാണ്. ഇന്നിപ്പോൾ അതല്ല. കൃഷിയാണെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വരണം, അങ്ങനെയൊക്കെയാണല്ലോ. എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന പദാർത്ഥങ്ങളുടെ വില നിലവാരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് മേടം, വൃശ്ചികം, മകരം എന്നീ മാസകാലങ്ങളിൽ, അതായത് ഏപ്രിൽ 14 മുതൽ മെയ് 15-ാം തീയതി വരെയും നവംബർ 17 മുതൽ ഡിസംബർ 16-ാം തീയതി വരെയും 2026 ജനുവരി 14 മുതൽ ഫെബ്രുവരി 12-ാം തീയതി വരെയും പദാർത്ഥങ്ങൾക്കെല്ലാം തന്നെ വില അധികമായി തീരും, വർദ്ധിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. മിഥുനം, കർക്കിടകം, ധനു, കുംഭം, മീനം എന്നീ മാസകാലങ്ങളിലാണെങ്കിൽ പദാർത്ഥങ്ങളുടെ താരതമ്യേന വില കുറയും എന്നാണ് സൂചനകൾ നൽകുന്നത്. അതായത് ജൂൺ 16-ാം തീയതി മുതൽ ഓഗസ്റ്റ് 16-ാം തീയതി വരെയും ഡിസംബർ 17 മുതൽ 2026 ജനുവരി 14-ാം തീയതി വരെയും ഫെബ്രുവരി 12-ാം തീയതി മുതൽ ഏപ്രിൽ 13-ാം തീയതി വരെയും പദാർത്ഥങ്ങളുടെ വിലയൊക്കെ സ്വല്പം കുറയും എന്ന് സൂചനകൾ നൽകുന്നു. എന്നാൽ മറ്റ് 4 മാസങ്ങളിൽ ഇടവം, ചിങ്ങം, കന്നി, തുലാം എന്നീ മാസകാലങ്ങളിൽ സമമായിട്ടുള്ളൊരവസ്ഥയാണ് പദാർത്ഥങ്ങൾക്ക് വില നിലവാരമായിട്ട് പറയുന്നത്. അതായത് മെയ് 15-ാം തീയതി മുതൽ ജൂൺ മാസം 15-ാം തീയതി വരെയും ഓഗസ്റ്റ് 17-ാം തീയതി മുതൽ നവംബർ 16-ാം തീയതി വരെ ചിങ്ങം, കന്നി, തുലാം എന്നീ മാസകാലങ്ങളിലൊക്കെ തന്നെ പദാർത്ഥങ്ങളുടെ വില നിലവാരത്തിൽ സമമായിട്ടുള്ളൊരവസ്ഥ പോലും കാണുന്നതുമുണ്ട്. ഈ ഒരു വിഷുഫലം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ല നാളുകൾക്ക് വേണ്ടി, നല്ല ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധികൾ ഉണ്ടാകുവാനായിട്ട് ഈ ഒരു വിഷുഫലം ഉപകരിക്കട്ടെ. അതിനായിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിഷു ആശംസകൾ. നമസ്കാരം.